വാനവനൂനം ഭക്തരിൽ വാത്സല്യവാനവനൂനം ഈ മനമേ എൻ പരനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ. തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും, തന്നിയമങ്ങളെ കാത്തിടുന്നോർക്കും, തന്നുടെ ദാസർക്കും തൻ ദയ കാട്ടും, തന്നുടെ ദാസർക്കും തൻ ദയ കാട്ടും. വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ. നിത്യരാജാവിവനോർക്കുകിൽ സർവം, നിത്യരാജാവിവനോർക്കുകിൽ സർവ സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ, സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ. വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, എൻ പരനെ വാഴ്ത്തുക നീ മനമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് നിദ്ര നൽകി. കഴിഞ്ഞ ഒരു ദിവസം നമ്മെ വിട്ട് കടന്നുപോയി. പുതിയ ഒരു ദിവസത്തിലേക്ക് നമ്മെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന് വർഷങ്ങൾ നിയമിച്ചിരിക്കുന്നു. അതുപോലെ മാസങ്ങൾ, ആഴ്ചകൾ, ദിവസങ്ങൾ, യാമങ്ങൾ ഇങ്ങനെയൊക്കെയും മനുഷ്യർക്ക് നിയമിച്ചിട്ടുള്ളതാകുന്നു. അതിൽ ആണ്ടുകൾ കഴിയും, മാസങ്ങൾ കഴിയും, ആഴ്ചകൾ കഴിയും, ദിവസങ്ങൾ കഴിയും, സമയങ്ങൾ, നാഴികയെല്ലാം കഴിയും. എല്ലാം കഴിഞ്ഞ് അവൻ ഇവിടെ നിന്ന് ലോകത്തോട് വിട പറഞ്ഞ് പോകേണ്ടവനാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ശാശ്വതമായിട്ട് കാണത്തക്കതായി ഒന്നും ഇല്ല. ഇന്ന് നമ്മൾ കാണുന്നത് മാഞ്ഞു പോകേണ്ടതാണ്. നമ്മളുടെ കാഴ്ചയും അതുപോലെ തന്നെ കാണപ്പെടുന്നതെല്ലാം മാഞ്ഞു പോകേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്, ദൈവമേ, ഇനിയും എത്ര കാലം, എത്ര മാസം, എത്ര ദിവസം, എത്ര ആഴ്ച, എത്ര യാമം എനിക്കുണ്ട്. പരദേശിയും പ്രവാസിയുമായിരിക്കുന്ന എൻ്റെ ജീവിതം ഒരു പുതിയ പ്രഭാതം കാണാൻ കർത്താവ് അനുവദിച്ചല്ലോ. ഈ ചിന്തയോടുകൂടി നമ്മൾ ലോകത്തെ സമീപിക്കുന്നുവെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമോ നിഗളമോ ദൈവത്തിൽ നിന്നകന്നൊരു ജീവിതമോ ഉണ്ടാകുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ചില 2 ഭാഗങ്ങൾ വായിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുവൻ്റെ പ്രവൃത്തി വെടിപ്പും നേരുള്ളതുമായി തീരുമോ എന്ന് അറിയാം. മറ്റൊരു ഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ, പിന്നെ അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് വന്ന് അവനെ പരിഹസിച്ച് അവനോട് മുട്ടത്തലയാ കയറി വാ എന്ന് പറഞ്ഞു. അവൻ പിന്നെ പിന്നോക്കം തിരിഞ്ഞ്
അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ 2 വചനഭാഗം വായിക്കാനിടയായി തീർന്നു. എന്നാൽ കർത്താവായ യേശു ലോകത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ കുട്ടികൾ കർത്താവിൻ്റെ അടുക്കൽ വരുന്നതിനെ ശിഷ്യന്മാർ തടുത്തപ്പോൾ കർത്താവ് അവരെ ശാസിച്ച് ഇപ്രകാരം പറഞ്ഞു: കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരേതല്ലോ. സ്വർഗരാജ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്ഥിതിയും ഹൃദയാവസ്ഥയും ഉള്ളവർക്കാണ് ഉള്ളതെന്ന് കർത്താവ് അവിടെ പറയുകയാണ്. എന്നാൽ ഈ കുട്ടികളിൽ തന്നെ 2 വിധ സ്വഭാവങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകും. ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരിൽ മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, അവർ പ്രായമായി തീരുമ്പോൾ അവരുടെ പ്രവൃത്തി എങ്ങനെയുള്ളതായി തീരും എന്ന് വെളിപ്പെടുത്തുന്ന സ്വഭാവവും അവരിൽ വെളിപ്പെട്ടു വരും. ഇങ്ങനെ കുട്ടികളെന്ന് പറയുന്നത് 2 സ്വഭാവത്തോടു കൂടിയ ഉടമസ്ഥരാണ്. അവരിൽ 2 സ്വഭാവം കുടികൊള്ളുന്നു. ഒന്ന്, സ്വാഭാവികമായി അവർക്കുള്ള കുട്ടിത്തം. അത് പ്രായമാകുമ്പോൾ മാഞ്ഞു പോകും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ആ കുട്ടിത്വത്തെ, ആ ശിശുത്വത്തെ എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും മാനിക്കുന്നു, എല്ലാവരും സംരക്ഷിക്കുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എന്നാൽ അതിനിടയിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അതിൽ അവർ അപകടകരമായി തീരുവാനുള്ള ഒരു സ്വഭാവത്തിൻ്റെ ബാല്യവും അവരിലുണ്ട്. അത് കണ്ടുപിടിക്കുന്നവനാണ്, അത് തിരഞ്ഞ് കണ്ടുപിടിക്കുന്ന മനുഷ്യനാണ് ബുദ്ധിമാൻ. മാതാപിതാക്കളായിരുന്നാലും സ്വയമായിരുന്നാലും അതിനെ കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതാക്കുന്ന, അതിനെ ശിക്ഷിക്കുന്ന, അതിനെ ശാസിച്ചില്ലാതാക്കുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതം നമുക്ക് ഉപകാരമായി വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. അവനെ ശാസിക്കാതിരിക്കരുത്, ഉപദേശിക്കണം, ശാസിക്കണം, ബാലശിക്ഷ നൽകണം. അവൻ്റെ ജീവിതത്തിൽ അവനോട് പറ്റിയിരിക്കുന്ന ഭോഷത്വമുണ്ട്. ആ ഭോഷത്വത്തിൽ നിന്ന് നാളെ അവന് തന്നെ അപകടകാരിയായി തീരുവാനുള്ള സ്വഭാവം പതിയിരിക്കുന്നുണ്ട്. അത് വടിയാൽ നീങ്ങിപ്പോകും. ദൈവത്തിൻ്റെ കൃപയാൽ അത് നീങ്ങിപ്പോകാൻ കഴിയും. വചനം നമ്മെ സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുന്നത്, അങ്ങനെ ശിക്ഷിക്കുന്നതിനാൽ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷിപ്പാൻ അവനെ വളർത്തുന്നവർക്കും അവനെ നടത്തുന്നവർക്കും സ്വയമേയും സാധിക്കും. ഇന്നിവിടെ നമ്മൾ എലീശ പ്രവാചകൻ തീർത്തും ഒരു കർത്താവിൻ്റെ ദാസനാകുന്നു എന്നുള്ളതിന് സംശയം ആർക്കുമില്ല. തൻ്റെ യാത്രയിൽ ഒരിക്കൽ കുട്ടികൾ തനിക്കെതിരെ പറഞ്ഞുകൊണ്ടുവരുന്ന ഭാഗമാണ്. അതായത്, മുട്ടത്തലയ, കയറുക എന്ന് പ്രവാചകനെ പരിഹസിച്ച് പറയുമ്പോൾ അതിൻ്റെ ബാല്യം, കുഞ്ഞുങ്ങളാണ്, നമ്മൾ സാധാരണ ക്ഷമിക്കേണ്ടവരാണ്. നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശിശുക്കളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞാലും കർത്താവിൻ്റെ നാമത്തിൽ പ്രവാചകൻ ആ കുഞ്ഞുങ്ങളെ ശപിച്ചു. ആ ശാപം ഭരിക്കുകയും ചെയ്തു. ആ 42 കുട്ടികളെ കരടി വന്ന് കീറിക്കളഞ്ഞുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം പഠിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പഠന ഭാഗമാണ്. കുഞ്ഞുങ്ങളിലായിരുന്നാലും സാധാരണ മനുഷ്യരിലായിരുന്നാലും നാളെ ദൈവത്തിന് ദ്രോഹമായി തീരുവാനുള്ള ഒരു സ്വഭാവത്തിൻ്റെ ബാല്യം മനുഷ്യനിൽ, എല്ലാ കുഞ്ഞുങ്ങളിലും ഇരിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ബാല്യത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ദുസ്വഭാവത്തെ ശാസിച്ചകറ്റി അതിനെ നീക്കി അവനെ വളർത്തിയെടുത്താൽ നാളെ
അവൻ തന്നെ അവൻ്റെ വളർച്ചയെങ്കിൽ അത് തന്നെ നടത്തിയവരെയും തന്നിൽ നിന്ന് ആ ദോഷം നീക്കിക്കളഞ്ഞവരെയും മാനിക്കുവാനും ദൈവത്തിൻ്റെ മുമ്പാകെ മാനിക്കപ്പെടുവാനും ഇടവരും. അതാണ് സാക്ഷാലുള്ള കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. കാരണം വടിയെ സ്നേഹിക്കുന്നവൻ കുഞ്ഞുങ്ങളുടെ ജീവനെ പ്രാണനെ പകയ്ക്കുന്നു എന്നാണ് വചനം. ഒരിക്കലും ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. സ്വയമായിട്ടായിരുന്നാലും നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നാലും നമ്മുടെ ജീവിതത്തെയും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, നിശ്ചയമായിട്ടും നാളെ അപകടകരമായി തീരുവാനുള്ള സ്വഭാവം നമ്മിലുണ്ട്, അതുപോലെ കുട്ടിത്വവുമുണ്ട്. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിഞ്ഞ് നമ്മൾ ദോഷത്തെ നീക്കിക്കളയുന്നുവെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ശ്രേഷ്ഠമായൊരു പാത്രമായി വളർന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ബാല്യത്തിൽ തന്നെ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി നേരുള്ളതായി തീരുമോ എന്നറിയാം എന്ന് വചനത്തിൽ ഞങ്ങൾ പഠിക്കുന്നത് പോലെ കർത്താവെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ബാല്യം മുതൽ വെളിപ്പെട്ടു വരുന്ന സ്വഭാവങ്ങളും കുട്ടിത്വങ്ങളും പ്രാകൃത സ്വഭാവങ്ങളും എല്ലാം കർത്താവെ നോക്കി ദോഷമായതിനെ നീക്കി ദൈവത്തിൻ്റെ ഹിതപ്രകാരം വളർച്ചാപൂർത്തീകരണം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരം കർത്താവിൻ്റെ മക്കളോട് ഇടപെട്ടുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദോഷം വളർന്നു വരുവാൻ സമ്മതിക്കാതെ വണ്ണം യേശുവെ, ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും ഞങ്ങളിൽ വളർന്നു വരാൻ സാധിക്കാതെ വണ്ണം കർത്താവിൻ്റെ ബാലശിക്ഷയും ശാസനയും ഉപദേശവും കഠിനശിക്ഷയും ഞങ്ങളോടൊപ്പം വരുന്ന് ഞങ്ങളെ പ്രാണനെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവമേ യേശുവെ കുറ്റമറ്റതാക്കി തീർക്കുവാൻ ഞങ്ങളിതാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കുമാറാകണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുവെ, സ്തുതിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു ദൈവമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഞാനെന്നും ജീവിക്കും രക്ഷകനായി, ഞാനെന്നും പോയിടും ക്രൂശിൻ പിന്നാലെ. ഞാനെന്നും ജീവിക്കും രക്ഷകനായി, ഞാനെന്നും പോയിടും ക്രൂശിൻ പിന്നാലെ. കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും ഞാനൊട്ടും പിന്മാറില്ല. കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും ഞാനൊട്ടും പിന്മാറില്ല. ജീവിതം ധന്യമാക്കുവാൻ ക്രൂരമാം പീഡകൾ എത്ര ഏൽക്കണം. ക്രിസ്തീയ ജീവിതം ധന്യമാക്കുവാൻ ക്രൂരമാം പീഡകൾ എത്ര ഏൽക്കണം. ഒന്നു ഞാൻ അറിയുന്നു, ലാക്കിലേക്കോടുന്നു, വിശ്വാസത്തിൽ നിന്നും പിന്മാറാതെ. ഒന്നു ഞാൻ അറിയുന്നു, ലാക്കിലേക്കോടുന്നു, വിശ്വാസത്തിൽ നിന്നും പിന്മാറാതെ. ഞാനെന്നും ജീവിക്കും രക്ഷകനായി, ഞാനെന്നും പോയിടും ക്രൂശിൻ പിന്നാലെ. ഞാനെന്നും ജീവിക്കും രക്ഷകനായി, ഞാനെന്നും പോയിടും ക്രൂശിൻ പിന്നാലെ. കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും ഞാനൊട്ടും പിന്മാറില്ല. കഷ്ടങ്ങൾ പീഡകൾ ഏറി വന്നാലും ഞാനൊട്ടും പിന്മാറില്ല. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതയാമത്തിനടിയങ്ങളെ കർത്താവെ തൃക്കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവമേ, അടികളോട് കർത്താവെ കാണിക്കുന്ന എല്ലാ കരുണയ്ക്കും വയ്ക്കുമായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ്. അടികൾ ദൈവത്തിൻ്റെ കുഴപ്പമെല്ലാം കർത്താവ് ഇടയാക്കിയുള്ള കർത്താവ് ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരു കർത്താവ് മനുഷ്യൻ്റെ പ്രവൃത്തി എന്തായിത്തീരുമെന്ന് അറിയുന്നുവെന്ന് കർത്താവിൻ്റെ മനത്തിലുള്ളതുപോലെ ദൈവമേ, ഈ നാളിൽ കർത്താവ് ദൈവമേ ദോഷകരമായ ഹൃദയത്തിൽ പറ്റിയിരിക്കുന്നതും കർത്താവ് ദൈവമേ കുട്ടിത്വമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് ഹൃദയത്തിലെല്ലാ പോഷത്വവും കർത്താവ് ദൈവമേ ശാസനയാലും ശിക്ഷണത്താലെല്ലാം നീക്കിക്കളഞ്ഞ് ദൈവമേ കർത്താവിൻ്റെ ദിവസത്തിൽ ദൈവമേ പോഷത്വമില്ലാത്ത കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ മാനിക്കുന്ന ഒരു ജീവിതം
കർത്താവേ ദൈവമേ അടിയങ്ങൾ കർത്താവേ നൽകി തരണമേ അടിയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ നൽകി തരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ നീങ്ങി പോകാതിരിക്കുന്ന എല്ലാ ഭോഷത്വങ്ങളിലും ഒക്കെയും കർത്താവേ അടിയങ്ങൾ നീക്കിക്കളഞ്ഞുകൊണ്ട് കർത്താവേ അടിയങ്ങളെയും അടിയങ്ങളെ കുഞ്ഞുങ്ങളെയും ഒക്കെയും കർത്താവെ ബാലശിക്ഷയാൽ കർത്താവ് ദാസനപ്പെടുത്തി കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളാക്കി തീർക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും കർത്താവിൻ്റെ ഭവനങ്ങളെയും കുഞ്ഞുകുട്ടികളെയും ഒക്കെയും കർത്താവ് അനുഗ്രഹിക്കണം. സൗരങ്ങളെയും ഭവനങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെയും കർത്താവിൻ്റെ ബാലശിക്ഷ വളർത്തിയെടുത്ത് കർത്താവെ വിശ്വസിച്ച് തികഞ്ഞവരാക്കി കർത്താവ് തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിങ്ങളുടെ ആണ്ടുകളും ദിവസങ്ങളെയും മാസങ്ങളെയും നിയാമങ്ങളെയും ഒക്കെ എണ്ണുവാൻ കർത്താവെ കൃപ നൽകി തെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പോൽക്കാലം അനുഗ്രഹപ്പെട്ട പോൽക്കാലമാക്കി തീർക്കണം. ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താൻ പ്രസാദമായി ചെയ്തുകൊണ്ട് ദിവസം ധന്യമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനകളൊക്കെയും കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവും പ്രിയരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നാം ഏവരോടും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു.